അപ്പൊ സാമ്രാജ്യത്വം പല പല ഘട്ടങ്ങളിലൂടെ പ്രാചീന കാലം മുതൽ പ്രവർത്തിച്ച സാമ്രാജ്യത്വമുണ്ട്. നമ്മൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നൊക്കെ പറയുന്ന അന്നത്തെ മൂല്യബോധമാണ്. ആ കാലഘട്ടത്തിലെ മൂല്യബോധം എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളെ ഓരോന്നോരോന്നായി പോയി ആക്രമിച്ച് കീഴടക്കി തന്റെ സാമ്രാജ്യം വിസ്തൃതിപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം എന്ന പരമ അബദ്ധം സാമൂഹ്യ ബോധമായി കിടന്ന ഒരു കാലത്താണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇതെല്ലാം ഈ യുദ്ധകുറ്റവാളികളെ എന്നാണ് വിളിക്കുന്നത്. ഇവരെല്ലാം യുദ്ധകുറ്റവാളികളാണ് യഥാർത്ഥത്തിൽ. ആ കാലത്തെ സാമ്രാജ്യത്വം ആധുനിക കാലത്തെ കൊളോണിയലിസവും സാമ്രാജ്യത്വവുമായി മാറിയപ്പോ വ്യവസായ വിപ്ലവം അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക കണ്ടെത്തലുകൾ, തോക്ക് പോലെയുള്ള ആയുധങ്ങൾ, ഈ യൂറോപ്പിലെ കൊളോണിയൽ ശക്തികൾ ആധിപത്യം ഉറപ്പിച്ച ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങളിൽ വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ടുള്ള ഇത്തരം ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. പായ്ക്കപ്പലാണ് ഉണ്ടായിരുന്നെങ്കിൽ ആവിക്കപ്പലുണ്ടായി യൂറോപ്പിൽ. അപ്പം കൂടുതൽ വേഗതയിൽ നാവിക യുദ്ധം നടക്കുമ്പോൾ കൂടുതൽ മികച്ച തരത്തിൽ യുദ്ധം ചെയ്ത് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമായിരുന്നു. ഇതെല്ലാം മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിലെ ചോരപ്പാടുകളാണ്. എന്നാൽ സാമ്രാജ്യത്വവും വർഗീയതയും എന്ന നിലയിൽ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയും, കൊന്നൊടുക്കുകയും വകവരുത്തുകയും ചെയ്യുക എന്നത് മാത്രമല്ല ആധിപത്യം സ്ഥാപിക്കാനുള്ള ഉപായം. എല്ലാവരെയും കൊന്നൊടുക്കാൻ കഴിയുന്നവരില്ല. കാര്യം ഇവരുടെ ആധിപത്യവും അതിന്റെ ഭാഗമായിട്ടുള്ള ഭരണ സംവിധാനവും നിലനിൽക്കണമെങ്കിൽ അവരുടെ പുറകെ ജോലി ചെയ്യാൻ കുറെ ആളുകൾ വേണം ഈ ഓരോ രാജ്യത്തും. അപ്പൊ ആളുകൾ ഉണ്ടാവണം, പക്ഷെ അവർ ഒരുമിക്കാൻ പാടില്ല. അവർ ഒരു സമൂഹം എന്ന നിലയിൽ ഒത്തുചേർന്ന് പ്രവർത്തിച്ചുകൂടാ. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണം, സംഘർഷങ്ങൾ ഉണ്ടാകണം, വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകണം, അവർക്കിടയിൽ വിഭജനങ്ങൾ ഉണ്ടാകണം. അങ്ങനെയാണ് വിഭജിച്ചു ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തന്ത്രം. അത് സാമ്രാജ്യത്തോട് ഉപയോഗിക്കും. അതുപോലെ തന്നെ എല്ലാ അമിതാധികാര ശക്തികളും ഈ വിഭജിച്ചു ഭരിക്കുക എന്നുള്ള തന്ത്രം എടുത്തുപയോഗിക്കും.